ഒരു കുടുംബം എങ്ങനെ ആകരുത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി. അടുത്ത കാലത്തൊന്നും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങാൻ പോകുന്നില്ല, അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. കുഞ്ഞൻ നന്ദു എന്ന് പറയുന്ന ഇളയ കുട്ടിയായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ 1-2 വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ അമ്മയും അച്ഛനും ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിരുന്ന വീഡിയോസ് ആയിരുന്നു ഷെയർ ചെയ്തത്. ഇവരുടെയൊക്കെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ പൊന്നൂസ് എന്ന ചേച്ചിയുടെ ചില പ്രതികരണങ്ങളും വന്നിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ ഇവർക്കെതിരെ വന്നത് ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് ഈ കുഞ്ഞൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങളുടെ വീഡിയോ കണ്ടറിയാം, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ആരിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രശ്നങ്ങൾ പറയാൻ താല്പര്യമില്ല. പിന്നെ പലരും പല രീതിയിലും ഈ പ്രശ്നങ്ങൾ പുറമെ എത്തിക്കാനും പിന്നെ വീഡിയോ ആയിട്ട് പലരും വരികയും ചെയ്തു. പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്ന മാത്രം കാര്യമില്ല. അപ്പൊ നമ്മള് പറയാതെ ഇരിക്കുമ്പോ പലർക്കും ചോദ്യങ്ങളാണ്, നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്, നല്ല സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, എല്ലാം ചോദിച്ചു തുടങ്ങുന്നുണ്ട്. എന്നിട്ടും ഇപ്പൊ അതിന്റെ വീട്ടുകാർക്ക് പോലും സമ്മതില്ല ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യണേ, ഒട്ടും സമ്മതില്ല. അവര് പറയണത് വേണ്ട 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 എന്നില്ല പറയണേ. എന്നിട്ട് അവരത് അപ്പോൾ ആ പയ്യനുമായിട്ടുള്ള സ്നേഹം പ്രേമവും ഒക്കെ മൂത്ത് ഒരു വശത്ത് സ്വന്തം വീട്ടുകാരെ കുറ്റം പറഞ്ഞു നിൽക്കുന്ന കുഞ്ഞൻ എന്ന മകളും, മറുഭാഗത്ത് അച്ഛനും അമ്മയുമൊക്കെ ആ പയ്യൻ്റെ രീതികളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഈ ബന്ധത്തെയൊക്കെ എതിർക്കുന്നതും, 2 കൂട്ടരും യൂട്യൂബിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ഒരു കാലത്ത് ഒരുമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ അടുത്ത ഓണം ഇവരെല്ലാവരും ഒരു ഊണുമേശയ്ക്ക് ചുറ്റിലും ഇരുന്ന് ഒരു സദ്യയൊക്കെ കഴിക്കാനും സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഇതുപോലെയുള്ള സംഭവങ്ങൾ പല വീടുകളിലും നടന്ന് കാണുന്നുണ്ട്. നമ്മുടെ ചുറ്റിലുമൊക്കെ നോക്കിയാൽ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നടക്കാറുണ്ട്. ആദ്യമൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോവുകയും പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇവരെയൊക്കെ ശാപിച്ചിട്ട് ഓരോന്നൊക്കെ പറയുകയും പിന്നെ കുറേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക, മോശമായിട്ടൊക്കെ പറയുക. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ അങ്ങ് മാറുകയും ഇവരൊക്കെ ഒറ്റക്കെട്ടാകുകയും പിന്നെ ഇവരെ മോശമായിട്ട് പറഞ്ഞ നാട്ടുകാരെയൊക്കെ ഇവർ കുറ്റക്കാരാക്കുകയും ചെയ്യും. ഇതൊക്കെ സാധാരണ കണ്ടുവരാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു രീതിയിൽ നോക്കിയാൽ പൊന്നൂസും ഈ കുഞ്ഞൻ എന്ന് പറയുന്ന നന്ദു, 2 കുട്ടികളും ഒരു സ്വപ്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് വളർന്നിട്ടുള്ളത് എന്ന് കാണുന്നവർക്ക് തോന്നും. കാരണം ഒരു പക്ഷേ കുട്ടികൾക്ക് പക്വത കുറവായിരിക്കാം എന്ന് പറഞ്ഞാലും ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കല്യാണവും കഴിഞ്ഞു. അപ്പോൾ വീട്ടുകാരാണല്ലോ പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ടും ഈ കുട്ടിയെ ഒറ്റപ്പെടുത്താതെ സന്തോഷത്തിൽ മുമ്പോട്ട് പോവുകയായിരിക്കും നല്ലത്. ഈ കുട്ടി പരിമിതമായിട്ടുള്ള ജീവിത അനുഭവത്താൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ സീരിയസ് ആയി എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റം പറയാതെ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നാളെ ഈ ഫാമിലി മൊത്തം ഒരുമിച്ച് പോകേണ്ടവരാണ്. പിന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ഇഷ്യൂസൊക്കെ പബ്ലിക്കിലൊക്കെ വന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ അറിയിക്കുകയും അങ്ങനെ ഒരു പുതിയ ട്രെൻഡായിട്ട് ഇതൊക്കെ തുടരുകയാണ്. ബന്ധങ്ങളിൽ സൂക്ഷിക്കേണ്ട സ്വകാര്യത ഒന്നും തന്നെ ഇപ്പോൾ ഒരു വിഷയമേ അല്ല. എല്ലാവരും കേൾക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റങ്ങളും പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തി വഴക്ക് കൂടുകയൊക്കെ പണ്ടൊക്കെ ഇത് കുടുംബങ്ങളുടെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ പുറത്തു നിന്നുള്ളവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു വലിയ അറിവോ ധാരണയോ ഒന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല, ട്രെൻഡൊക്കെ മാറി. ഫാമിലി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ധാരാളം ചാനലുകളിൽ ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഈ പ്രപ്പോസൽ വരുന്നത് അത് ഞാനായിട്ട് കൊണ്ടുവന്നല്ല, എന്റെ വീട്ടുകാരായിട്ട് തന്നെ കൊണ്ടുവന്ന പ്രപ്പോസലാണ്. അതിന് മുന്നേ തന്നെ മാട്രിമോണിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. ഇതിക്ക് മുന്നേ എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ആര് പറഞ്ഞ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ലോണം പ്രണയിച്ച ഒരാളാ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. എന്നിട്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു.
അത് കഴിഞ്ഞ് അമ്മ കൊണ്ടുവന്ന ഈ കാര്യങ്ങൾ ഞാൻ നേരെ ആരവിടെ വിളിച്ചത്? അച്ഛൻ അമ്മേ? അച്ഛനാദ്യം സംസാരിച്ചു. അതിക്ക് മുന്നേ വേറൊരു പ്രപ്പോസൽ വന്നില്ല? ആദ്യം ഇവിടുന്ന് അമ്മ വിളിച്ചപ്പോ അച്ഛനാണ് ഫോൺ സംസാരിച്ചത്. അല്ല, വേറൊരു അതിന് മുന്നത്തെ കാര്യം ഇത്. അപ്പൊ ആ പ്രപ്പോസല് വന്ന സമയത്ത് തന്നെയാണ് എന്റെ അമ്മ ഇവിടുന്ന് വന്നത്, കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനാണ് വിളിച്ച് സംസാരിച്ചത്. അപ്പൊ നമുക്ക് വേറൊരു ആലോചന കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആലോചനയായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കായിരുന്നു. അങ്ങനെ പോയി. പിന്നെ ഈ അമ്മയാകട്ടെ മോളെ കുറിച്ചിട്ട് വന്ന് പറയുന്ന കുറ്റങ്ങളൊക്കെ ലോകം ഉള്ളിടത്തോളം കാലം യൂട്യൂബിൽ തന്നെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ട് ആ അമ്മയും കുറച്ച് ഓർക്കേണ്ടതാണ്. പറയുന്ന വാക്കുകളും പ്രവൃത്തിയും ഒക്കെ സൂക്ഷിക്കേണ്ടതല്ലേ. പിന്നെ എങ്ങനെയായാലും കല്യാണമോ നടന്നു, അവരങ്ങ് ജീവിക്കട്ടെ. അതുപോലെ ഇവർ പറയുന്ന ഭാഗം കുറച്ച് ആദ്യം കേട്ടിട്ട് തിരിച്ചു വരാം. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗൾഫിലായിരുന്നു, ഇപ്പൊ ഇതാണ് താല്പര്യം, ഇവിടെ നാട്ടിൽ നിൽക്കാനാണ് താല്പര്യം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഗൾഫിലല്ല, ഞാൻ നാട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ വെഡിങ് കമ്പനിയൊക്കെ ഇട്ട് ബിസിനസ് പരമായി നോക്കി നടത്താൻ എനിക്ക് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിന് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞിരുന്നു. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവിടെ പോകാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇതുവരെയാണ് പഠിച്ചത്, എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, എനിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനും പറഞ്ഞു. ഇതൊക്കെ കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഈ സംഭവം എനിക്കും വരാം, ആർക്കും വരാം. അതൊന്നും ഞാൻ ഒന്നും ഇതിലും പറയില്ല. നമ്മളെ പറയേണ്ടത് വെച്ചിട്ട് ഞാനും എന്റെ എല്ലാം. പിന്നെ ഇതിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞൻ്റെ ചേച്ചി പൊന്നൂസിൻ്റെ ഹസ്ബൻഡ് ഷിബിൻ എന്നാണ് തോന്നുന്നു പേര്. പുള്ളിക്കാരനും ഇവരുടെ വിഷയത്തിൽ ധാരാളം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പയ്യനുമായിട്ട് തന്നെയായിരുന്നു കുഞ്ഞൻ്റെ വിവാഹ നിശ്ചയമൊക്കെ നടന്നിരുന്നതും. അതുപോലെ തന്നെ ആ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വിവാഹം ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും പിന്നീട് പയ്യൻ്റെ വീട്ടുകാർ ഈ കല്യാണം നടത്തി കൊടുത്തതായിട്ടുമൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നന്ദനയാണെങ്കിൽ മുൻപ് കല്യാണം നിശ്ചയിച്ച പയ്യനും ഒത്തു തന്നെയാണ് ഇറങ്ങിപ്പോയതും കല്യാണം കഴിച്ചതെന്നും പറയുന്നു. അപ്പോൾ ഈ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ആലോചിച്ച ആളുകൾക്ക് മനസ്സിലാവാൻ ഞാൻ എടുത്തു പറയുന്നില്ല. കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി രണ്ടാൾക്കാർ അവിടെ ഉണ്ട്. അതല്ല, ഞാൻ പറയട്ടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. എന്റെ അമ്മയ്ക്കും പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അമ്മ കുറെ നാളുകളായിട്ട് കണ്ടോണ്ടിരിക്കുന്നു. അമ്മ ഭയങ്കര ഫാനായിരുന്നു, ഈ ഇവരെ ചാനലിന് ഭയങ്കര ഫാനായിരുന്നു. അത് കണ്ടിട്ട് തന്നെയാണ്, കാരണം അവരാ സ്നേഹം കണ്ടിട്ടാണ് എന്നെ പ്രപ്പോസലായിട്ട് ചെയ്യുന്നത്. കാരണം അമ്മ എപ്പോഴും പറയും അവരെ സ്നേഹം കണ്ടാന്ന് പറയും. അവരെങ്ങനെ സ്നേഹിക്കണം, അതേപോലെ അച്ഛന് അമ്മ അങ്ങനെ പറയാം, അച്ഛന് കുഞ്ഞ് നോക്കും, അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ കൊണ്ടുപോകും. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ ഉറപ്പിച്ചുല്ലോ. അപ്പൊ ഞങ്ങള് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതിനു മുന്നേ ഇതിലിപ്പോ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഒരു കേസ് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞില്ല ഇടയില്. ഇപ്പൊ ഒരു മെസ്സേജ് ഉണ്ട്, അത് പെണ്ണുകാളിൽ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് എനിക്ക് ഈ മെസ്സേജ് വരുന്നത്. അത് ഞാൻ ചോദിപ്പിച്ചൊന്നുമല്ല, കൊടുങ്ങല്ലൂരാന്ന് പറഞ്ഞപ്പോ ആളെന്നെ ചോദിച്ചതാ. ചോദിച്ച് അങ്ങനെ വന്നപ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴും ഞങ്ങൾ നോക്കി, ഞങ്ങൾ അന്വേഷിച്ചു. ഏട്ടനെ ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു. അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഒരു കറക്റ്റ് രീതിയിലുള്ള മറുപടി കിട്ടി. അപ്പൊ ഞങ്ങൾ മെസ്സേജ് ഞാൻ ഓൾറെഡി ആ മെസ്സേജ് ഞാൻ കണ്ടതാണ്. എന്റെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല, പലരും പല വലിയ പഠിപ്പ് പഠിച്ചിട്ടും അല്ലെ, ഹൈ ലെവലിൽ പഠിച്ചിട്ടും ഇഷ്ടമുള്ള ജോലി ചെയ്യണ ആൾക്കാരൊന്നും അവരെന്നെ വിലയിരുത്തി നോക്കാം. എങ്ങനെയാണ് ഫസ്റ്റ് അവരെന്താ ചെയ്തിരുന്ന ആലോചിക്കാം. ഈ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ ആൾക്ക് ജോലി അവിടെ വർക്ക് ചെയ്തത് തന്നെയാണ്. പിന്നെ ഒന്നത്തെ കല്യാണം ആലോചിക്കുമ്പോ ആള് തിരിച്ചു പോലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോഴും ആര് പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ കുഴപ്പം, ഇപ്പൊ അച്ചു ചെയ്യണ വർക്ക് ചെയ്തോട്ടെ, നീ നിന്റെ വ്ളോഗും കൊണ്ട് നിന്റെ ലൈഫും കൊണ്ട് നടക്കുമ്പോ. പിന്നെ തുടർന്നും ധാരാളം കാര്യങ്ങൾ കുഞ്ഞൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ മാതാപിതാക്കൾ ഇവർക്കെതിരെ
ആരോപിച്ചിരുന്ന പല കാര്യങ്ങളും അത് സത്യമല്ല എന്ന് പ്രൂഫ് സഹിതം തെളിയിക്കാനായിട്ടും ഇവർ വീഡിയോയിൽ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പയ്യനാണെങ്കിൽ ജോലിയില്ലായിരുന്നു, പുള്ളിക്കാരനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണെന്നും പുള്ളിക്കാരനെ കുറിച്ചിട്ട് ഒരുപാട് മോശമായിട്ടൊക്കെയായിരുന്നു ഈ കുഞ്ഞിൻ്റെ വീട്ടുകാർ സംസാരിച്ചിരുന്നത്. അവർക്ക് വർക്കില്ല, കാര്യങ്ങളില്ല, അമ്പലങ്ങൾ പോയില്ലെങ്കിൽ അത് കിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല പറഞ്ഞു. പോവണമെന്ന് പറഞ്ഞു. പോണത് ഒരിക്കലും ഇവിടെ അടുത്തുള്ള അമ്പലത്തില്ല, പളനി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ചാൽ പളനിക്ക് പോവാ. രാവിലെ 10 മണിക്ക് 11 മണിക്ക് പോയാൽ രാത്രി പുലർച്ചെ 3 മണി 2 മണി നേരത്തൊക്കെയാണ് തിരിച്ചെത്തുക. എന്താ വെച്ചാൽ പോയി നമ്മൾ 5 മണിയൊക്കെ ആവും പളനിയിൽ എത്തുമ്പോ. പിന്നെ അവിടെ കയറി 7 മണിക്ക് സ്വർണ്ണത്തേരി കണ്ട് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ 8 മണി 9 മണി. അവിടെ പിന്നെ തിരിച്ചെത്തുമ്പോ എന്തായാലും 2 മണിയാവും 3 മണിയാവും. അങ്ങനെ ഒരു ഉണ്ടായിട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ ഫാമിലി ഒരു പെൺകുട്ടീനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോവില്ലേ. ഞാൻ ഫസ്റ്റ് ടൈം അല്ലെ ഒരു ബാഡ് എന്റെ മനസ്സിൽ അടിച്ച കാര്യം അവിടെ നിന്നാണ് എനിക്ക് ഒരു ബാഡ് തുടങ്ങിയത്. അതുവരെ എനിക്ക് ബാഡ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വ്യക്തത ഞാൻ ഫുൾ പറഞ്ഞു. എന്നിട്ട് എന്നെ ഞാനില്ലെങ്കിലും വാശി കാണിച്ച് അവരപ്പയ്ക്ക് അവിടുന്ന് പോയി പളനിയിൽ പോയി. ഒരു പെൺകുട്ടിയെ ഞാൻ പുലർച്ചെ 3 മണി വരെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് പേടിയാവുമ്പോ ഏട്ടനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് എഴുതുന്നത്. എല്ലാ ഫാമിലിന്ന് വെച്ചാ ഇപ്പൊ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പോവാൻ പറ്റാത്ത സമയമാണ്. അമ്പലത്തേക്ക് ഒരിക്കലും ഡേറ്റ് ആകുമ്പോ പോവാൻ പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബക്കാരാ അല്ലേ. ഇപ്പൊ പിന്നെ ഇവർക്കാണെങ്കിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആളുടെ ഒരു വീഡിയോയിൽ പലതും പറയുമ്പോഴേക്കും അതിന് മറുപടിയായിട്ട് ഈ കാണിക്കുന്ന വീഡിയോ ക്ലിപ്പിങ്സിനും വീഡിയോ ഇട്ടതിന് ശേഷം അതിന് മറുപടിയായിട്ട് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ സൈഡിൽ നിന്നും അവരും വേറെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് 2 കൂട്ടർക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ മാന്യമായിട്ടും ഒരു സംയമനമൊക്കെ പാലിച്ചിട്ട് പറയാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പയ്യന്റെ പ്രൊഫഷനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ സംസാരിച്ചോണ്ടിരുന്നത് നിന്നേനാണ് ഏട്ടൻ തള്ളാൻ നോക്കി. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, പറയുന്നതൊക്കെ സത്യമാണോ? ഞാനൊരു കുട്ടീനെ കിണറ്റിലേക്ക് ഇടാന്ന് പറഞ്ഞോന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ജീവിതത്തിന് ശരിക്കും ഒരു സ്വകാര്യത വേണം എന്ന് ഉള്ളത് എല്ലാവരും പറയുന്നത് അത് എത്ര സത്യമാണ്. കാരണം വീട്ടിൽ നടക്കേണ്ട വിഷയം നാട്ടുകാർ മൊത്തം അറിഞ്ഞ് ആകപ്പാടി ഇതിൽ നാണക്കേടായതും പോരാ, പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് പിന്നീട് ഒരു കാലത്ത് ഈ കുടുംബങ്ങളൊക്കെ ഒന്നിക്കും. മാത്രവുമല്ല ഇന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇട്ടിട്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും അതിൽ നിന്നും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയേ ഉള്ളൂ. പിന്നെ ഈ കുട്ടിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭർത്താവിൻ്റെ വീട്ടിൽ ഈ വീഡിയോസൊക്കെ വഴി അറിയുമ്പോഴേക്കും അവിടെയും ഈ കുട്ടിക്ക് കിട്ടേണ്ട ആ ഒരു മതിപ്പ് കുറഞ്ഞു പോകും എന്നുള്ളൊരു പ്രശ്നവും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം നെഗറ്റീവ് കമൻസും പിന്നെ 2 പേരുടെ പക്ഷവും പിടിച്ചിട്ട് സംസാരിക്കുന്നവരും ഉണ്ട്. കുഞ്ഞിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. പിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെ ഇങ്ങനെ എടുത്തെറിഞ്ഞിട്ട് അവരെ ഒന്നും അറിയിക്കാതെ ഇങ്ങനെ പോയി ആ കുട്ടി ചെയ്തത് തെറ്റാണ്. എപ്പോഴും മാതാപിതാക്കൾ സ്വന്തം കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ ഈ കുട്ടി എടുത്തു ചാടി ഇങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് ഒരു വിഭാഗം പറയുമ്പോഴേക്കും ഈ കുട്ടിക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതൊന്നും മാതാപിതാക്കൾ മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്നും നിർബന്ധമൊക്കെ പിടിച്ചിട്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവരും ഈ കുട്ടിയെടുത്ത് ഇടപെടുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല എന്ന് പറയുന്നവർ അങ്ങനെ 2 ഭാഗത്തു നിന്നും സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഈ പ്രശ്നം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഓരോ ദിവസവും ഇതിനെക്കുറിച്ചിട്ട് പുതിയ പുതിയ വീഡിയോസും പിന്നെ ഇടയ്ക്ക് എവിടെയോ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴേക്കും എന്തോ കൂടോത്രം ചെയ്തു അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ പുലർത്തുന്നുണ്ട്. പലരും ഈ കൂടോത്രമൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതൊക്കെ സയൻറ്റിഫിക്കായിട്ട് അതിനൊന്നും യാതൊരു തെളിയിക്കാനായിട്ടുള്ള വഴികളോ അതിനുള്ളൊരു പ്രൂഫോ ഒന്നും ഇല്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ചിലർക്ക് ചില കാര്യങ്ങളിൽ ഇതൊക്കെ ഫലിക്കുന്നു,
ചിലർക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലാതെ അവർ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയും ഒരുപാട് വാർത്തകൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ഇട്ട വീഡിയോയ്ക്ക് മറുപടിയായിട്ട് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ അവരുടെ റിപ്ലൈ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും ഈ പ്രശ്നം ഇനി എവിടെ ചെന്ന് അവസാനിക്കും, ഇവരൊക്കെ എന്ന് ഒരുമിക്കുന്ന ഒരു കാലം വരും, അങ്ങനെ ഒന്ന് വരുമോ? മിക്കവാറും എല്ലാ സ്ഥിതിയിലും ഒരു കുടുംബമായിട്ട് തന്നെ ഇവർ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ മറക്കുകയും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കും പ്രശ്നങ്ങളുമൊക്കെ നടക്കുന്നു എന്നല്ലാതെ ഈ കുഞ്ഞനും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരന് മൊത്തമുള്ള ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ പിന്നെ തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് വരണം എന്നുള്ളത് ചിന്തിക്കാതെ പല പെൺകുട്ടികളും ഇങ്ങനെ എടുത്തു ചാടി പോകുന്ന ഒരു കാര്യവും കാണാറുണ്ട്. കാരണം ഇങ്ങനെ പലരും ഈ സ്നേഹബന്ധത്തിലൊക്കെ കുടുങ്ങി വീട്ടുകാരെ എതിർത്തിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി വഴിയാധാരമാകുകയും അവരെ ഈ കൊണ്ടുപോകുന്നവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുമൊക്കെ ഉള്ള സംഭവങ്ങളും ചുറ്റിലും നടന്ന് കാണുന്നുണ്ട്. പക്ഷേ എല്ലാ സംഭവങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജീവിതം എങ്ങനെ മുമ്പോട്ടായിരിക്കുമെന്നൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ഈ കുട്ടികൾക്ക് തോന്നുന്നത് ശരിയാണ് എന്ന് ചിന്തിച്ചിട്ട് അവർ ചെയ്യുന്നു. ചിലപ്പോൾ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഇതൊന്നും ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ പലരും അമ്മ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചവരും കമൻറ്റ് ചെയ്തവരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ കാണാറും ഇത് മുഴുവനും ഫോളോ ചെയ്യുന്നവരുമായിട്ടുള്ള ധാരാളം പേരുണ്ടാവും. ഈ വാർത്ത അടുത്തിടെ വളരെയധികം വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ത് തന്നെയായാലും വീഡിയോയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലെ ഒരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.